നമ്മൾ ഈ രോഗത്തിനൊരു പ്രശ്നമുണ്ട്. ചില രോഗങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ചില മരുന്നുകൾ കഴിച്ചാൽ ആദ്യമൊക്കെ എഫക്റ്റ് ആവും, പിന്നെ മരുന്ന് കഴിച്ചാൽ ശരീരത്തിൽ ഏൽക്കില്ല. അതുപോലെ CPM-ന്റെ ക്യാപ്സൂളുകൾ ഇപ്പോൾ ഏൽക്കുന്നില്ല. MV ജയരാജനും ടീമൊക്കെ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങോട്ട് തരും, നിങ്ങളത് ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങോട്ട് എടുത്ത് ക്യാപ്സൂൾ കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ കുടിച്ചതിന് ശേഷം അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ക്യാപ്സൂളുകൾ ഇപ്പോൾ ഏൽക്കുന്നില്ല, CPM-ന്റെ ക്യാപ്സൂൾ ഏൽക്കുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ജനൻ TV-യിൽ ആരും പോകുന്നില്ല, ഏഷ്യാനെറ്റിൽ CPM-കാർ പോവില്ല, പിന്നെ റിപ്പോർട്ടർ ചാനലിൽ സെലക്റ്റീവായിട്ടേ പോവുള്ളൂ. ഇപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ നടത്തണം, അങ്ങനെ കാശ്മീരിൻ്റെ കൂടെ ഒന്നും അഷ്മി താജുദ്ദീൻ നടത്തിയാൽ പോവില്ല. അങ്ങനെ വളരെ സെലക്റ്റീവാണ്. റിപ്പോർട്ടർ ചാനലിൽ ചിലപ്പോഴേ പോവുള്ളൂ, വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ CPM-ന്റെ ആളുകൾ. ഈ അനിൽകുമാറിന് ഒരു നേർച്ച കോഴിയുണ്ട്, അനിൽകുമാർ കോട്ടയത്ത്, അയാൾ എല്ലായിടത്തും പോകും, ആവശ്യം പോലെ അടി വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. അടിയെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടല്ല, മറ്റുള്ളവർ വായിലിരിക്കുന്ന അത്രയും കേട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അതിന് കാര്യമില്ല, പിന്നെ അതിനുവേണ്ടി ജനിച്ച ഒരാളാണ്, വേറെ ആരും പോകുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഓരോ വിഷയങ്ങൾ വരുന്നു. ഈ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ അറിയത്തില്ല, ഒരു വലിയ വിഷയമാണ്. PM ശ്രീ വന്നു, നാശക്കോട്ടയാക്കി കേരളത്തിൽ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ആകെ അലുമ്പാക്കി, ആശാസമരം അലുമ്പോട് അലുമ്പായി. അതുപോലെ തന്നെ പിന്നെ വീണ ജോർജിൻ്റെ കുറേ പരിപാടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കാസർഗോഡ് മെഡിക്കൽ കോളേജിലും മഞ്ചേശ്വരത്തുള്ള കോളേജിലും അവിടെ ഇവിടെയൊക്കെ വേണ്ട അലുമ്പായി. അത് കഴിഞ്ഞപ്പോഴാണ് ശബരിമലയുടെ വിഷയം വന്നത്. ശബരിമല വിഷയം വന്നപ്പോൾ ദാ കിടക്കുന്നു വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറഞ്ഞതുപോലെ കരചരണാദികളറ്റ് കിടക്കുന്ന വാസവദത്തെ പോലെ എല്ലാ ഇമേജും പോയി. 3-4 CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്യുന്നു, പിന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നുള്ള ലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രി വരുന്നു, വാസവൻ മന്ത്രി ചോദ്യം ചെയ്യാനുള്ള ലിസ്റ്റിൽ വന്നിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലാണ് CPM പ്രതിരോധത്തിൽ പോയിരിക്കുന്നത്. അപ്പോഴാണ് ഇതാ അവസാനം കയറി വന്നതൊരു ജട്ടി കഥ കയറി വന്നു. ജട്ടി കഥ നല്ല രസമാണ്. സായിപ്പ് അത് വളരെ 36 വർഷത്തെ കഥയാണ്. 36 വർഷത്തെ കഥയാണെന്നുള്ളത് മാത്രമല്ല, അതിനകത്തൊരു ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്നുള്ളതാണ്. ആന്റണി രാജു വിശ്വാസിയാണെങ്കിൽ പോലും 5 നേരം പള്ളി 5 നേരം പോണ്ട, 2 ഞായറാഴ്ച പള്ളിയിലൊക്കെ പോണ ആളാണെങ്കിൽ പോലും, കുർബാനയൊക്കെ ഉള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ മാമോദീസയൊക്കെ മുക്കിയിട്ടുണ്ടെങ്കിലും ആന്റണി രാജുവിന് ദൈവം ഇപ്പൊ കൂടെ ഇല്ല. വലിയ പണിയാണ് കൊടുത്തത്. 36 വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് പൊങ്ങി വരുന്നു. അതിൽ നിരവധി ആളുകളുടെ നയപരമായ ഇടപെടൽ വരുന്നു. അവസാനം നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കൃത്യമായ ശിക്ഷ വരുന്നു. ഇതൊരു വലിയൊരു സംഭവം. ഈ വാർത്തകളൊക്കെ മറയ്ക്കാൻ വേണ്ടി ഇന്നലെ നോക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാർത്ത, അത് ചീഞ്ഞുപോയി, അത് പൊളിഞ്ഞുപോയി. ഇന്നിപ്പോൾ സതീശനെതിരെ ഒരു പുതിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത് ജട്ടി കഴിഞ്ഞിട്ട് അടുത്ത സാധനം വരുന്നുണ്ട്. വീട് വിടാന്തരം കയറി ഇറങ്ങുന്നൊരു പരിപാടി വരുന്നു. ആളുകളെ കയ്യിൽ നിന്ന് പടി കിട്ടി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ജനം കൈവച്ച് തുടങ്ങി. എന്തായാലും വളരെ കഷ്ടമാണ് കാര്യങ്ങൾ. ശബരിമല മുതൽ ജട്ടി വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ എല്ലാ കാര്യത്തിലും തിരിച്ചടി മാത്രം കിട്ടാൻ വിധിക്കപ്പെട്ട തെരുവിൽ കെട്ടിയ ചെണ്ട പോലെയാണ് CPM സംവിധാനവും LDF ഓടുന്നത്. ആരാണ് ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കുക? അധികാരം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടാകുമായിരുന്നു. ഇപ്പോൾ അധികാരത്തിൻ്റെ ഒരു പച്ചയിൽ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുട്ടി വണ്ടി കൊണ്ടുപോവുകയാണ്. ഇതിന് വലിയ ആയുസില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഓരോ വിവാദ വിഷയങ്ങൾ ഓരോ ദിവസം എടുത്ത് ചാനലിടുന്നു, പക്ഷെ അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല.